ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ചന്ദ്രിക ഇരിക്കുന്ന റൂമിലേക്ക് വന്നിട്ട് മഹേഷ് വാതിൽ തുറക്കുകയാണ്. ചന്ദ്രിക പെട്ടെന്ന് തന്നെ വേഗം എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക, ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ? ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരു നല്ല നാളാണ്. അപ്പോൾ ചന്ദ്രിക മനസ്സിലാവാത്ത രീതിയിൽ തന്നെ അവനെ നോക്കുകയാണ്. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്തേ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്ന് നമുക്ക് രണ്ടുപേർക്കും വീണ്ടും കല്യാണമാണ്. ഈ ലോകത്തിൽ സ്വന്തം ഭാര്യയ്ക്ക് രണ്ടാമത് താലി കെട്ടിയവൻ ഞാൻ മാത്രമായിരിക്കും. എന്നെ ഡൈവോഴ്സ് ചെയ്തപ്പോൾ ഇനി ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പം നോക്ക്, വീണ്ടും ഞാൻ തന്നെ നിനക്ക് താലി കെട്ടേണ്ട അവസ്ഥയിൽ വന്നു. മഹേഷ് ചന്ദ്രികയെ നോക്കിയിട്ട് പരിഹസിച്ച് ചിരിക്കുകയാണ്. അവളാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹാവസ്ഥയിലാണുള്ളത്. അതിനുശേഷം നിലത്തവിടെ ആദ്യം വലിച്ചു വാരി എറിഞ്ഞിട്ടുണ്ടായിരുന്ന സാരിയൊക്കെ വീണ്ടും എടുത്തിട്ട് ചന്ദ്രികയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് മഹേഷ് പറയുന്നുണ്ട്, നോക്ക്, ഇവിടെ നമ്മുടെ കല്യാണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് ഈ സാരി ഉടുത്തിട്ട് ഇറങ്ങാൻ നോക്ക്. ചന്ദ്രിക അത് വാങ്ങിക്കാതെ നിന്ന് കണ്ടപ്പോൾ മഹേഷ് വീണ്ടും ദേഷ്യത്തോടെ അവൾക്ക് നേരെ നീട്ടുകയാണ്. നിന്നോടല്ലേ പറഞ്ഞ ഇത് വാങ്ങിക്കാൻ? അത് കേട്ടത് ചന്ദ്രിക അത് വലിച്ചെറിയാണ് അവൻ്റെ മുഖത്തേക്ക് വീണ്ടും. എന്നിട്ട് ചന്ദ്രിക അവനോട് വാശിയോടെ ചോദിക്കുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത്? നീ ഒന്നുകൂടെ താലി കെട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുന്നതാണോ നീ വിചാരിക്കുന്നത്? അപ്പോൾ മഹേഷ് അവളോട് പറയുന്നുണ്ട്, ഇത്രയും ദൂരം നിന്നെ കടത്തിക്കൊണ്ട് വന്ന് നിൻ്റെ കഴുത്തിൽ താലി കെട്ടണമെന്ന് വിചാരിക്കുമ്പോൾ അതൊക്കെ ഞാൻ ആലോചിക്കുന്നുള്ളത് നിനക്ക് ചിന്തിച്ചൂടെ? നിന്നെ എങ്ങനെയാണ് എൻ്റെ കൂടെ ജീവിപ്പിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചന്ദ്രിക ദേഷ്യത്തോടെ മുഖം തിരിച്ച് നിന്നപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നീ എന്നെ കല്യാണം കഴിച്ച് സ്നേഹത്തോടെയും പ്രണയത്തോടെയും എൻ്റെ കൂടെ ജീവിച്ചാൽ മാത്രമേ മലരിനെ ഞാൻ നിൻ്റെ കണ്ണു മുന്നിലേ കാണിക്കുള്ളൂ. ചന്ദ്രിക ഭയത്തോടെ മഹേഷിനെ നോക്കിയപ്പോൾ അവൻ പറയുന്നുണ്ട്, അതല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നീ ഇനി മലരിനെ കാണാൻ പോകുന്നില്ല. ചന്ദ്രിക വല്ലാത്തൊരു നിരാശയോടെയും ദേഷ്യത്തോടെയും കൂടി മഹേഷിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് വീണ്ടും പറയാണ്, എൻ്റെ കുഞ്ഞിനെ നീ എവിടെയാണ് കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്? മര്യാദയ്ക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ച് എനിക്ക് തന്നെ തന്നേക്ക്, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനായിട്ടല്ല ഉണ്ടാവുക. അപ്പം മഹേഷ് കളിയാക്കി ചിരിക്കുകയാണ്. നിനക്ക് നിൻ്റെ കുഞ്ഞിനെ വേണമെങ്കിൽ നീ ഞാൻ പറയുന്ന പോലെയൊക്കെ അനുസരിക്ക്. എന്നെ കല്യാണം കഴിച്ച് എൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്ക്. അപ്പോൾ പിന്നെ മലറിനെ ഞാൻ തിരിച്ച് നിനക്ക് തന്നെ കൊണ്ടുതന്നു തരാം. അപ്പോൾ കരഞ്ഞുകൊണ്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? നിനക്ക് തന്നെ ഇത് നാണക്കേടായിട്ട് തോന്നുന്നില്ലേ? ഒരു പെണ്ണിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവളെ കല്യാണം കഴിച്ചിട്ട് അവളുടെ കൂടെ ജീവിക്കണം എന്ന് വിചാരിക്കുക, നിനക്ക് തന്നെ ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ മഹേഷ് തിരിച്ച് അവളോട് ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിച്ച ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തിട്ട് വേറൊരുത്തൻ്റെ കൂടെ നീ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? അത് മാത്രം എന്താ ന്യായമാണോ? എൻ്റെ കുഞ്ഞിനെ നിനക്ക് വേണം, പക്ഷെ എന്നെ വേണ്ട അല്ലേ? അതെവിടുത്തെ ന്യായമാണ്? ചന്ദ്രിക ഒന്നും പറയാതെ തലതാഴ്ത്തി നിന്നപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ശരി, വെറുതെ ഇനി ആ കാര്യങ്ങൾ വീണ്ടും സംസാരിച്ചിട്ട് പ്രശ്നം വഷളാക്കണ്ട. പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് ഈ സാരി മാറ്റിയിട്ട് റെഡിയാവാൻ നോക്ക്. ഒരു കാര്യം പറഞ്ഞേക്കാം, 10 മിനിറ്റ് മാത്രമാണ് എനിക്ക് മുന്നിലുള്ള സമയം. അതിനുള്ളിൽ നീ ഇതുപോലെ റെഡി ആയിട്ടില്ലെങ്കിൽ നിന്നെ ഇതുപോലെ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കറിയാം. മഹേഷ് മുറിയിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ ചന്ദ്രിക വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ കുട്ടി എവിടെ? എൻ്റെ കുട്ടിയെ എൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് പോ. പക്ഷേ മഹേഷ് പുച്ഛത്തോടെ പോടി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ചന്ദ്രിക പിന്നെയും ഇങ്ങനെ അലറി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് തന്നിട്ട് പോ. പക്ഷേ അതൊന്നും മഹേഷ് വകവെക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും വാതിലടച്ചിട്ട് പുറത്തേക്ക് പോയി. ചന്ദ്രികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിലത്തിരിക്കുകയാണ്. അതേസമയം സിദ്ധാർത്ഥും മഹേന്ദ്രനും കമ്മീഷണറും കൂടെ എയർപോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലെത്തിയ സമയത്ത് അവരെ പിക്ക് ചെയ്യാനോ അല്ല മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ആയിട്ട് ആരും അവിടെ ഇല്ല. അപ്പോൾ മഹേന്ദ്ര സംശയത്തോടെ കമ്മീഷണറോട് ചോദിക്കുന്നുണ്ട്, അല്ല സർ, മഹേഷ് ചന്ദ്രികയും മലരിനെയും തട്ടിക്കൊണ്ടുപോയത് എവിടെയാണെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിദ്ധാർത്ഥിനും അതൊരു സംശയം തന്നെയായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ നാട്ടിലുള്ള പോലീസുകാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്താലോ? അപ്പോൾ കമ്മീഷണറും പറയുന്നുണ്ട്, തീർച്ചയായിട്ടും മഹേന്ദ്രൻ, എനിക്കറിയുന്ന ഒരാൾ ഇവിടെ ഒരു വലിയ ഉയർന്ന റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അവരോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേടിക്കണ്ട, ഞാൻ അവരെ ഫോൺ ചെയ്യാം. എന്നിട്ട് അദ്ദേഹം വേഗം തന്നെ തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പോലീസുകാരനെ വിളിക്കുകയാണ്. അപ്പോൾ അയാളാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ 2 പോലീസുകാരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ട് എന്ന്. അത് കേട്ടപ്പോഴാണ് മഹേന്ദ്രനും സിദ്ധാർത്ഥിനും സമാധാനമായത്. കോള് കട്ടായതിനു ശേഷം കമ്മീഷണർ രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, മഹേഷ് ചന്ദ്രികയും മലറിനെയും എവിടെയാണ് കടത്തി വെച്ചിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കേട്ടപ്പോഴാണ് മഹേന്ദ്രനും സിദ്ധാർത്ഥിനും സമാധാനമായത്. അതേസമയം മലറിനുള്ള ഭക്ഷണമായിട്ട് മഹേഷ് ആ കുട്ടീൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കണ്ട സമയത്തൊക്കെ മലർ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ മഹേഷ് അവിടെ നിലത്തിരുന്നിട്ട് കുഞ്ഞിനോട് പറയുന്നുണ്ട്, അച്ഛൻ നിനക്കുള്ള ഭക്ഷണമായിട്ടാണ് വന്നിട്ടുള്ളത്, അച്ഛൻ തന്നെ വാരിത്തരാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പം പൊതി അയക്കുമ്പം തന്നെ മലർ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട. അപ്പം മഹേഷ് വാത്സല്യത്തോടെ തന്നെയാണ് പറയുന്നത്, ഇങ്ങോട്ട് നോക്ക്, വെറുതെ വാശി പിടിക്കാതെ നല്ല കുട്ടിയായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും മലര് കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ അമ്മയെ കാണണം.
അപ്പം മഹേഷും ദേഷ്യത്തോടെ പറയാണ്, എപ്പം നോക്കിയാലും അമ്മ അമ്മ എന്ന് പറയാതെ അച്ഛനും കൂടെ പറ. കാരണം ഞാനും നിൻ്റെ മേലെ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും തന്നെയല്ലേ നിൽക്കുന്നത്. ഞാൻ വാരിത്തരാം, വായി കാണിക്ക് എന്ന് പറഞ്ഞിട്ട് മഹേഷ് മലറിൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ നോക്കുകയാണ്. അപ്പം മലർ വായ പൂട്ടി ഇങ്ങനെ അമർത്തി പിടിക്കുന്നുണ്ടായിരുന്നു. മഹേഷിന് ദേഷ്യം വന്നിട്ട് കുഞ്ഞിൻ്റെ വായ പിടിച്ച് തുറന്നിട്ട് വായിലേക്ക് ഭക്ഷണം കുത്തി നിറക്കുകയാണ്. മലരാണെങ്കിൽ ആ ദേഷ്യത്തിൽ അത് തിരിച്ച് മഹേഷിൻ്റെ മുഖത്തേക്ക് തന്നെ തുപ്പുന്നുണ്ട്. തിരിച്ച് കുഞ്ഞിനൊന്നും ചെയ്യുന്നില്ലെങ്കിലും മഹേഷ് പറയുന്നുണ്ട്, ഈ പ്രായത്തിൽ നിനക്ക് ഇത്രയും അഹങ്കാരോ? നിൻ്റെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് നിനക്ക്. എന്നിട്ട് ദേഷ്യത്തോടെ മലരിനോട് പറയുന്നുണ്ട്, ഒരു കാര്യം പറഞ്ഞേക്കാം, നീ വേണമെങ്കിൽ ഭക്ഷണം കഴിക്ക്, അല്ലെങ്കിൽ കഴിക്കാതിരിക്ക്, എനിക്കെന്താ. എന്നിട്ട് ദേഷ്യത്തോടെ ഭക്ഷണമൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി എറിഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തു പോയിട്ട് വാതിലടക്കുകയാണ്. മലരാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അതേസമയം നാട്ടിലാണെങ്കിൽ നല്ല കൂളായിട്ട് ബാൽക്കണിയിൽ നിന്നിട്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മേഘ. ആ സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മേഘ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? മഹേന്ദ്രൻ നാട്ടിലില്ലാത്ത ഈ സമയം നന്നായിട്ട് ഉപയോഗിക്കണം. ലക്ഷ്മിയോട് എങ്ങനെയെങ്കിലും സംസാരിച്ച് അവളുടെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ നിൻ്റെ പേരിലേക്കാക്കണം. മുത്തശ്ശി പറയുന്നതൊക്കെ മേഘ ശ്രദ്ധയോടെ കേട്ട് നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ലക്ഷ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ മനസ്സുള്ളൊരു സാധാരണക്കാരിയാണ്. നീ മനസ്സുരുകുന്ന രീതിയിൽ അവളോട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ മനസ്സുരുകിയിട്ട് അവളുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ നിനക്ക് എഴുതി തരും. ഈ അവസരം നീ കളഞ്ഞാൽ പിന്നെ ഇതുപോലൊരവസരം പിന്നെ നിനക്ക് കിട്ടില്ല. മഹേന്ദ്രനും സിദ്ധുവും തിരിച്ചിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നീ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാനിത് മുന്നേ തന്നെ അമ്മയോട് ചോദിച്ച കാര്യമല്ലേ, പക്ഷേ അമ്മ അത് എഴുതിത്തരില്ല എന്ന് എന്നോട് പറഞ്ഞല്ലോ. അപ്പം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയാണ്, എന്താ മോളെ നീ ഇങ്ങനെ ഇത്ര പൊട്ടത്തിയായിട്ട് സംസാരിക്കല്ലേ. ഒരു പ്രാവശ്യം നീ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്വത്തുക്കളെല്ലാം നിൻ്റെ പേരിൽ എഴുതിത്തരുന്നാണോ നീ വിചാരിച്ചത്? അപ്പോൾ മേഘ മുത്തശ്ശിയെ നോക്കി ചമ്മലോടെ ചിരിക്കുകയാണ്. മുത്തശ്ശി പറയാണ്, നീ തന്നെ വീണ്ടും വീണ്ടും പോയി ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ മേഘ തിരിച്ചു ചോദിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും ചോദിച്ചു എന്ന് കരുതി എഴുതി വെക്കുന്നതാണോ? ഏയ്, അമ്മ എഴുതി വെച്ച് തരുമെന്നില്ല. അപ്പോൾ ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ ബുദ്ധിയില്ലാതെ സംസാരിക്കാതെ, ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞു തരാം, അതേപോലെ ചെയ്. അപ്പോൾ നിനക്ക് സ്വത്തുക്കളൊക്കെ ലക്ഷ്മി എഴുതി തരും. അങ്ങനെ നീ ചെയ്താൽ തീർച്ചയായിട്ടും അവളുടെ പേരിലിരിക്കുന്ന സ്വത്തുക്കളെല്ലാം അവൾ നിൻ്റെ പേരിൽ എഴുതി തരും. മുത്തശ്ശി മേഘയ്ക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. മുത്തശ്ശിയുടെ ഐഡിയ കേട്ട സമയത്ത് മേഘ തന്നെ വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. അവസാനം എല്ലാം കേട്ടതിന് ശേഷം ഇതെങ്ങനെ ചെയ്യും എന്നൊക്കെ ആലോചിച്ച് മേഘ ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശി പറയാണ്, അയ്യോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ വേണ്ടി നേരെയില്ല, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം. ഇതെങ്ങനെ ശരിയാവും എന്നൊക്കെ ആലോചിച്ചിട്ട് മാഗി ഇങ്ങനെ കൺഫ്യൂഷനോടെ നിൽക്കുമ്പോഴേക്കും മുത്തശ്ശി വേഗം താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവർ നേരെ അവരുടെ മുറിയിലേക്കാണ് പോയത്. എന്നിട്ട് അവിടെ നിന്നൊരു മെഡിസിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ട് തിരിച്ച് വന്നിട്ട് മാഗിയെയും കൂട്ടിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ശബ്ദം താഴ്ത്തി അവളോട് പറയുന്നുണ്ട്, നോക്ക്, ഇതിലുള്ളത് മുഴുവൻ ഞാൻ കുടിക്കുന്ന മരുന്നുകളാണ്. ഇത് മുഴുവൻ നീ കഴിച്ചിട്ട് നീ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് നീ പൊട്ടി പൊട്ടി കരയി. ഞാൻ പോയിട്ട് ലക്ഷ്മിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വരാം. നീ ഒരു കാര്യം ചെയ്യ്, നീ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്ക്. അങ്ങനെ ചെയ്യാം മുത്തശ്ശി. മേഘയും സമ്മതിക്കുകയാണ് പൂർണ്ണ മനസ്സോടെ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ശരി എങ്കിൽ പിന്നെ വേഗം വാതിൽ ലോക്ക് ചെയ്തോ, ഞാൻ പോയിട്ട് ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് വരാം. ശരി, കഥകടച്ചിരുന്നോ, ഞാൻ പോയിട്ട് ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി താഴേക്ക് പോവാണ്. മേഘ വേഗം കഥകടച്ചിട്ട് അവിടെ ബെഡിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. അതേസമയം ശ്രീലങ്കൻ എയർപോർട്ടിലാണെങ്കിൽ അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വന്നപ്പോൾ തന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ആ സമയത്ത് കമ്മീഷണർ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ചന്ദ്രികയെക്കുറിച്ചും മഹേഷിനെക്കുറിച്ചും മലറിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കഥകളും, അതായത് സിദ്ധാർത്ഥിനെ തട്ടിക്കൊണ്ടുപോയതും അതിനുശേഷം ചന്ദ്രികയെ തട്ടിക്കൊണ്ടു വന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ പോലീസുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം മഹേന്ദ്രനോട് പറയുന്നുണ്ട് ചന്ദ്രികയുടെയും മലറിൻ്റെയും മഹേഷിൻ്റെയും ഒക്കെ ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ. അയാളാണെങ്കിൽ ആ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ തന്നെ വേഗം ഫോണിൽ ഫോട്ടോ എടുക്കുകയാണ്. അത് മൂന്നും തിരിച്ചു കൊടുത്തതിന് ശേഷം അയാൾ പറയുന്നുണ്ട്, എന്തായാലും അവർ ഫ്ലൈറ്റിലായിരിക്കില്ല ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവാൻ. ഇങ്ങനെ ഒരു തട്ടിപ്പോയിട്ട് വന്നതുകൊണ്ട് തന്നെ കള്ളത്തോണിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ആദ്യം ഏത് കള്ളത്തോണിയിലാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മഹേഷ് എങ്ങനെയാണ് അവരിവിടേക്ക് കൊണ്ടുവന്നതെന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അയാൾ വളരെ ബുദ്ധിപരമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് സിദ്ധുവിനും മഹേന്ദ്രനും തോന്നുന്നുണ്ട്. അങ്ങനെ അയാൾ ആരെയൊക്കെ കോൾ ചെയ്തതിന് ശേഷം ഇവരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. നേരെ പോയത് ഒരു കടയുടെ അടുത്തേക്കായിരുന്നു. അവിടെ എത്തിയ സമയത്ത് അയാൾ ഒരു പരിചയമുള്ള ഒരാളെ കാണുന്ന സമയത്ത് അവിടെ നിർത്തുകയാണ്. അതിനുശേഷം ആ കോൺസ്റ്റബിൾ അയാളുടെ ഫോൺ എടുത്തിട്ട് കണ്ടിരിക്കുന്ന ആൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേര് മഹേഷ് എന്നാണ്. ഇവൻ ഒരു 2 ദിവസത്തിന് മുന്നേ കള്ളത്തോണിയിൽ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവനൊരു കള്ളനാണ്. ഇവരെ രണ്ടുപേരെയും കടത്തിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെയും മലരിൻ്റെയും ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവർ 3 പേരും ആരുടെ തോണിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക എന്ന് നിനക്കറിയാമോ?
അതായത് ആ കോൺസ്റ്റബിൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള കള്ളത്തോണികളൊക്കെ ഓടിക്കുന്ന പരിചയമുള്ള ഒരാളുടെ അടുത്തേക്കായിരുന്നു. അപ്പോൾ അയാളാണെങ്കിൽ അല്പം നേരം മുന്നേ ഇങ്ങനെ ആലോചിക്കുകയാണ് മനസ്സിൽ. കാരണം അയാളുടെ തോണിയിൽ തന്നെയാണ് ചന്ദ്രികയും മലരിനെയും കൊണ്ട് മഹേഷ് വന്നിട്ടുണ്ടായിരുന്നത്. അയാളുടെ മനസ്സിലേക്ക് അന്ന് അവർ വന്ന ആ ഒരു ഭാഗമൊക്കെ ഓർമ്മ വരികയാണ്. അയാളിങ്ങനെ ആലോചനയോടെ നിൽക്കുന്ന സമയത്ത് കോൺസ്റ്റബിൾ അയാളോട് പറയുന്നുണ്ട്, ഇതൊരു വലിയ കടത്തിക്കൊണ്ടുവരൽ കേസാണ്. ഇത് കണ്ടുപിടിക്കാൻ പോലീസുകാരെ നീ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിനക്ക് അതിനനുസരിച്ചുള്ള പാരിതോഷികം ഞാൻ വാങ്ങിത്തരും. ആലോചിച്ച് നോക്കിയിട്ട് പറ, ഇവർ 3 പേരും ആരെ തോണിയിലാണ് ഇവിടെ ശ്രീലങ്കയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? ആ സമയത്ത് അയാൾ പെട്ടെന്ന് തന്നെ സത്യം പറയാണ്, ഇവർ 3 പേരും എൻ്റെ തോണിയിലാണ് ശ്രീലങ്കയിലേക്ക് വന്നത് സർ. അത് കേട്ടതും മഹേന്ദ്രനും സിദ്ധാർത്ഥും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അത് കേട്ട സമയത്ത് കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, ഓ അങ്ങനെയാണോ? ഇവരെ 3 പേരെയും ആരാണ് ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ദിലീപ് എന്ന പേരുള്ള ഒരാളാണ് കൂട്ടിക്കൊണ്ട് വന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ദിലീപനോ? അതാരാ അങ്ങനെ ഒരുത്തൻ? അവൻ്റെ നമ്പറോ അങ്ങനെ എന്തെങ്കിലും നിൻ്റെ കയ്യിലുണ്ടോ? ആ ഉണ്ട് സർ എന്ന് പറഞ്ഞിട്ട് ദിലീപിൻ്റെ നമ്പർ അയാൾ ആ കോൺസ്റ്റബിളിന് കൊടുക്കുകയാണ്. കോൺസ്റ്റബിൾ ആണെങ്കിൽ ആ നമ്പർ കിട്ടിയ ഉടനെ തന്നെ സൈബർ സെല്ലിലേക്ക് വിളിച്ചിട്ട് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം മഹേന്ദ്രനോട് സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരുള്ള സ്ഥലം കണ്ടുപിടിക്കാം. സിദ്ധാർത്ഥിന് നല്ലൊരു ആത്മവിശ്വാസം തോന്നുകയാണ്. കാരണം കേസ് അതിൻ്റെതായ രീതിയിൽ തന്നെ നേരായ വഴിക്കാണ് പോകുന്നതെന്ന് അവന് തോന്നുന്നുണ്ട്. അതേസമയം ചന്ദ്രികയാണെങ്കിൽ അവിടെ നിലത്തിരുന്നിട്ട് പൊട്ടി കരയാണ്. തൻ്റെ ജീവിതത്തിൽ വീണ്ടും വന്നുപെട്ട മഹേഷ് എന്ന ദുരന്തത്തെ ഓർത്തിട്ട്. ആ സമയത്ത് വാതിൽ തുറന്നിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവൻ നോക്കുന്ന സമയത്ത് ആ പുടവയും ആ സാരിയും വളകളും ഒക്കെ നിലത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ദേഷ്യത്തോടെ അവൻ ചോദിക്കുന്നുണ്ട്, ഏയ് ഇനിയും എന്താ ഡ്രസ്സൊന്നും മാറ്റാതെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്? ഹലോ, ഇങ്ങനെ ഇരുന്നെന്ന് കരുതി ഞാൻ നിന്നെ വെറുതെ വിടുന്നാണോ നീ വിചാരിച്ചത്? നീ സാരി മാറ്റിയിട്ടില്ലേലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ എനിക്ക് നിന്നെ കെട്ടിയാലും മതി. ബാ എഴുന്നേക്ക്, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. നമുക്ക് ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം സാരി മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വലിച്ചെറിഞ്ഞ ആ സാരിയൊക്കെ വീണ്ടും മഹേഷ് പെട്ടിയിലാക്കിയിട്ട് കവറിലാക്കുകയാണ്. എന്നിട്ട് ചന്ദ്രിക വലിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് പിടിച്ചിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബാ എഴുന്നേക്ക് ചന്ദ്രിക, എഴുന്നേക്ക, നിന്നോടാ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് പിടിപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് മഹേഷിൻ്റെ കയ്യിൽ കിടന്ന് കൊതറുകയാണ്. ആ സമയത്ത് ദേഷ്യം കൊണ്ട് മഹേഷിൻ്റെ കൈ വിട്ടപ്പോൾ തന്നെ ചന്ദ്രിക അവൻ്റെ ചെകിട്ടത്ത് നോക്കി പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിർത്താതെ തുടരെ അവനിങ്ങനെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് തല്ലിയതിന് ശേഷം മഹേഷ് തിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആഹാ അടിച്ചു കഴിഞ്ഞോ? ശ്രദ്ധിച്ച്, നിന്റെ കൈവേദനിക്കും. ചന്ദ്രിക ഒന്നും ചെയ്യാനാവാതെ തളർന്നു നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് അവളോട് ചോദിക്കുന്നുണ്ട്, ഇനിയും എത്ര കാലം ഇതേപോലെ വാശി പിടിച്ച് നിൽക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്? നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെ 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ട് മഹേഷ് അവളെ പുറത്തേക്ക് വലിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ അവൻ്റെ അടുത്തുനിന്ന് ബലമായിട്ട് രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അവൾ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവാ. ആ നിൻ്റെ മോളല്ലേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിൻ്റെ മോളെ കാണാം കേട്ടോ. എന്നിട്ട് ചന്ദ്രികയും പിടിച്ച് വലിച്ചുകൊണ്ട് മഹേഷ് പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് സൈബർ സെല്ലിലേക്ക് കൊടുത്ത നമ്പർ പ്രകാരം അവർ തിരിച്ച് വിളിച്ചിട്ട് കോൺസ്റ്റബിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തന്ന നമ്പർ ഇവിടെയുള്ളത് ഒരു മാഞ്ചോട്ടിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. അത് കേട്ടതും കോൺസ്റ്റബിൾ ശരിക്കും ഞെട്ടുകയാണ്. മാഞ്ചോലയ്ക്കുള്ളിലോ എന്ന് പറഞ്ഞിട്ട് ശരി സർ എന്നൊക്കെ പറയാൻ കോൾ കെട്ടിയാണ്. അപ്പോൾ കോൾ കെട്ടായപ്പോൾ തന്നെ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, എന്താ സർ അതെന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലമാണോ? അതെ, അതൊരു അപകടം പിടിച്ച കാടാണ്. അവിടെ മൃഗങ്ങളും മറ്റുള്ള എന്താ പറയുക ഉപദ്രവകാരികളൊക്കെ അധികമുള്ളൊരു സ്ഥലമാണ്. അത് കേട്ടതും സിദ്ധാർത്ഥും മഹേന്ദ്രനും ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റബിളും പറയുന്നുണ്ട്, പാവം എന്തിനായിരിക്കും ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ മഹേന്ദ്രൻ പേടിയോടെ ചോദിക്കുകയാണ്, സർ അവർക്ക് 2 പേർക്കും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലല്ലേ സർ? അപ്പോൾ കോൺസ്റ്റബിളും പറയാണ്, അതൊരു മോശമായ കാടാണ് സർ, അവർക്ക് 2 പേർക്കും ഒന്നും സംഭവിക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് കേട്ടതും സിദ്ധാർത്ഥിനും ആകെ ടെൻഷൻ ആവുകയാണ്. അങ്ങനെ അവർ 4 പേരും കൂടെ വീണ്ടും കാറിൽ കയറിയിട്ട് മാഞ്ചോലക്കകത്ത് ചന്ദ്രികയെയും മലരിനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. അതേസമയം ലക്ഷ്മിയാണെങ്കിൽ ദൈവത്തിന് മുന്നിൽ ഇരുന്നിട്ട് കൂപ്പ് കൈയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ചന്ദ്രികയെയും മലരിനെയും മഹേഷ് ഒന്നും ചെയ്യാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവർ 2 പേരും ഒരു കുഴപ്പവും ഒരാപത്ത് സംഭവിക്കാതെ വീട്ടിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ. അപ്പോഴേക്കും വെപ്രാളം നടിച്ചുകൊണ്ട് മുത്തശ്ശി വേഗം ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, ലക്ഷ്മി, മേഘ ഞാൻ കുടിക്കുന്ന എൻ്റെ മരുന്നുകളൊക്കെ എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി കതകടച്ചിട്ടാണുള്ളത്. അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അത് കേട്ടതും ലക്ഷ്മി ആകെ ഞെട്ടിത്തരിച്ച് നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ ഒന്ന് എഴുന്നേറ്റ് വാ ലക്ഷ്മി, അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പോൾ തന്നെ ലക്ഷ്മി വേഗം ചാടി എഴുന്നേക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയും കരഞ്ഞോട് ചോദിക്കുകയാണ്, എന്താ ചെറിയമ്മ പറയുന്നത്? മേഘ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോയെന്നോ? ആ അതെ ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി കരഞ്ഞോട് ദൈവത്തിനോട് പറയാണ്, അയ്യോ എൻ്റെ ദൈവമേ, എന്തിനാ മേഘ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നിട്ട് അവർ 2 പേരും ഓടി കരഞ്ഞുകൊണ്ട് വേഗം മുകളിലേക്ക് പോവുകയാണ് മേഘയുടെ റൂമിൻ്റെ അടുത്തേക്ക്. മേഘ എന്ന് വിളിച്ചുകൊണ്ടാണ് പോകുന്നത്.
മേഘയുടെ മുറിയുടെ കതകിന് മുട്ടിക്കൊണ്ട് അവർ കുറേ ശബ്ദം ഉണ്ടാക്കി വിളിക്കുന്നുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട്, മേഘ വാതിൽ തുറക്ക് മോളെ എന്നൊക്കെ. പക്ഷേ മേഘ ആ സമയത്തൊക്കെ ബെഡിൽ വെറുതെ ഇരുന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം വാതിൽ തട്ടിയിട്ട് അവൾ തുറക്കുന്ന കളഞ്ഞപ്പോൾ അവളുടെ ജനൽ തുറക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജനലിൻ്റെ ഭാഗത്തേക്കാണ് അവർ വരുന്നതെന്ന് മനസ്സിലായത് മേഘ വേഗം തന്നെ തൻ്റെ കയ്യിലിരുന്ന മുത്തശ്ശിയുടെ ആ ഒരു മെഡിസിൻ്റെ ബോട്ടിൽ തുറക്കുകയാണ്. എന്നിട്ട് അതൊക്കെ കയ്യിലെടുത്ത് പിടിക്കുന്നുണ്ട്. അത് കണ്ടതും ലക്ഷ്മിയുടെ മനസ്സാകെ അലിയാണ്. അവർ ചോദിക്കുന്നുണ്ട്, മേഘ നീ എന്താ മോളെ ഈ ചെയ്യുന്നത്? എന്നെ ഒന്ന് നോക്ക് മോളെ. അപ്പോൾ മേഘ അഭിനയിച്ച് കരഞ്ഞുകൊണ്ട് പറയാണ്, എന്തിനാ അമ്മ കരയുന്നത്? അച്ഛൻ എന്നെ സ്വീകരിക്കില്ല. അമ്മയാണെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടത് ചെയ്തു തരുന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ജീവനോടെ ഇരിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ സേഫായിട്ട് നോക്കിയാൽ മതി. ഞാൻ സമാധാനത്തോടെ മരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മേഘ ആ മരുന്നുകൾ കഴിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ മേഘയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.